നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഷിജോ സക്രിയാണേ. നമുക്കിന്ന് ഇന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്ലസ് ടു കഴിയുന്നു, അടുത്ത വർഷം പ്ലസ് ടു കഴിയും. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വലിയ കോഴ്സുകളിലേക്ക് ഇതും പുറത്തോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് നാട്ടിലൊക്കെ പഠിക്കണം. അപ്പൊ ഏത് കോഴ്സാണ് ഞങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഏത് കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകളുണ്ടല്ലോ, ആ കോഴ്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ എപ്പോഴും നേരത്തെ പറയുന്നത് തന്നെ, ഞാൻ പ്ലസ് ടു കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഡിഗ്രി കോഴ്സുകളാണ് പ്രിഫർ ചെയ്യുക. ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ ചോദിക്കേണ്ട. ആർക്കെങ്കിലും പേഴ്സണലി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കോളേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ എങ്ങനെയാണ് പൊതുവെ തിരിച്ചിരിക്കുക? നമുക്ക് നിലവിലുള്ളത് BA കോഴ്സുകൾ, BSc കോഴ്സുകളാണ്. ഈ കോഴ്സിന്റെ ഒക്കെ രീതികൾ മാറിയില്ല, ഓൾറെഡി നമുക്കറിയാലോ. നമ്മുടെ 3 വർഷത്തെ കോഴ്സുകളൊക്കെ 4 വർഷത്തെ കോഴ്സുകളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കുറച്ച് പോസിറ്റീവായിട്ട് പറയും, ഗുണമാണെന്ന് ഞാൻ പറയും. ഒന്ന്, നമ്മൾ 4 വർഷത്തെ കോഴ്സാണ്. നമുക്കറിയാലോ, ഇന്ത്യക്ക് വെളിയിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര വർഷത്തെ കോഴ്സ്, 4 വർഷത്തെ കോഴ്സിലാണ് കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക. 3 വർഷത്തെ കോഴ്സ് മോശമൊന്നുമല്ല കേട്ടോ പറഞ്ഞേ, അതാണ്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ ആ സിലബസും കാര്യങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, കൂടുതൽ സബ്ജക്ട് പഠിക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ട്, സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ട്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റെഗുലർ കോഴ്സുകളിലേക്ക് നമ്മൾ കൂടുതൽ നിൽക്കണം. പ്രൈവറ്റ് കോളേജുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ നിൽക്കുക. അപ്പൊ BA കോഴ്സുകളെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. എന്താ ബാച്ചുലർ ഓഫ് ആർട്സ് എന്നാണ് കോഴ്സിന്റെ പേര്. BA എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ആർട്സ് ആണ്. അതിൽ എന്തൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. ഒന്ന് റീകളക്ട് ചെയ്തോളൂ. ഒന്ന്, നമുക്ക് BAയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും, നമ്മുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും പിടികിട്ടുന്നുണ്ട് ഞാൻ പറയുന്നേ. എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റഡീസിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയായിരിക്കാം? കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുള്ളത്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞോളാം ഞാൻ. ഒന്ന്, BA പൊളിറ്റിക്സ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി, സോഷ്യോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്. ഇനി ഇതിന്റെ അപ്പുറത്ത് നമ്മൾ ലാംഗ്വേജിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായി? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോഴ്സ്, BA കോഴ്സാണ്. അത് BA ലിറ്ററേച്ചർ ആയിട്ടും BA കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ BA കോഴ്സ് സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ഹിന്ദിയുമായി ബന്ധപ്പെട്ട BA കോഴ്സ്, മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട BA കോഴ്സ്, ഇങ്ങനെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള BA കോഴ്സുകൾ. ഇപ്പഴേ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്റ്റുമായുള്ള BA കോഴ്സുകൾ. മറ്റ് സയൻസ് സബ്ജക്റ്റുകളൊക്കെ BSc എന്നാണ് അറിയപ്പെടുക. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ BAയിൽ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. നമ്മുടെ LLB BA കോഴ്സാണ്, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സാണ്. പക്ഷെ അത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആണല്ലോ. ഒരു പ്രത്യേക കാറ്റഗറി, ഒരു മേഖല കണ്ടോണ്ടല്ലേ നമ്മൾ പോവുക. അല്ലെങ്കിൽ BA ജേർണലിസം നമുക്കിത് പഠിക്കാം. അത് BA പ്ലസ് ടു കഴിഞ്ഞ് BA ജേർണലിസം പഠിക്കാം. നമുക്ക് ഏതെങ്കിലും കോഴ്സിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ MA ജേർണലിസം കോഴ്സുകൾ അല്ലെങ്കിൽ MA മൾട്ടിമീഡിയ കോഴ്സുകൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ BA ജേർണലിസം കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈവന്റ് മാനേജ്മെന്റുമായി കോഴ്സുകൾ അവൈലബിൾ ആണ്. അതൊക്കെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ്. അതല്ലെങ്കിൽ ലോജിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ്. ഈ BA കോഴ്സിന്റെ കൂടെ നമ്മുടെ BCom കോഴ്സുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നോണം. ഇതെല്ലാം ഒരേ രീതിയിൽ പോകുന്നതാണ്. BComനുള്ള ഗുണം എന്ന് വെച്ചാൽ BComന് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ജോലി സാധ്യത വരുന്നൊരു മേഖലയിൽ വന്നാണ് BCom ആണ്. നമ്മൾ കുറച്ച് അതിൻ്റെ അകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് കുറച്ച് ഒരു ഏരിയ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നേരത്തെ നമുക്ക് അങ്ങനെയല്ല. നേരത്തെ നമുക്ക് എന്താ പറയുക, നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ച് സ്പെഷ്യലൈസ് ചെയ്യണം. BComലാണെങ്കിൽ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പൊ ഈ BA കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുണം എന്താണ്? ഏത് ടൈപ്പ് ജോലികളാണ് നമുക്ക് കിട്ടുക? ഇതാണ് ഇതിന്റെ രണ്ടാം ഭാവം. ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഈ പറയുന്ന സാധാരണ രീതിയിലുള്ളൊരു വർക്കർ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് എന്നതിനും അപ്പുറത്തേക്ക് ഒരു മാനേജറിയൽ പോസ്റ്റിൽ, അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ അതിന്റെ എമൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും നിർബന്ധമായും അവർ അനുശാസിക്കുന്ന കോഴ്സാണ് BA കോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വിളിക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ ഒരു മാനേജർ ആവണം, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ബാങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ നമുക്ക് എന്ത് കോഴ്സ് മതി? സത്യത്തില് നമുക്ക് BA കോഴ്സ് മതി. പിന്നെ പഠിക്കുന്ന എല്ലാം BA അല്ലെങ്കിൽ BCom ഒക്കെ കോഴ്സ് മതി. പിന്നെ എല്ലാം അഡീഷണൽ കോഴ്സുകളാണ്. അപ്പൊ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, ഒരു വ്യക്തിയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BA കോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BSc. നമ്മൾ BA സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ നമ്മൾ BA എന്ന് പറയുന്നു. ബേസിക് കോഴ്സ് നോക്കുക. നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ്, കൃഷിയുമായി ബന്ധപ്പെട്ട മേഖല ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്കൊരു ക്ലറിക്കൽ പോസ്റ്റോടെ അതിന് മുകളിലോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, PSc എക്സാമിനേഷൻ നല്ല പോസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം? നമ്മുടെ ഈ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്?
നമുക്ക് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഒരു മാനേജർ പോസ്റ്റ് അതിന് മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് ഒന്ന് എന്ത് ഈ പറയുന്ന ഡിഗ്രി കോഴ്സ്, ഈ പറഞ്ഞ BA കോഴ്സ്. ഇനി അതല്ല ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലുള്ള എല്ലാ നല്ല പോസ്റ്റുകളിലേക്കും നമുക്ക് പോകണമെങ്കിൽ എന്ത് കോഴ്സ് വേണം? അടിസ്ഥാനപരമായിട്ട് ഈ ഡിഗ്രി കോഴ്സ് നമ്മൾ കഴിക്കണം. ഇതാണ് ഇതിന്റെ ഗുണം ഏറ്റവും വലിയ ഗുണം അതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് നോക്കിക്കോളൂ. സെൻട്രൽ ഗവൺമെന്റിലേക്കാണുള്ള പരീക്ഷ എഴുതണമെങ്കിലും നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഈ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് വേണം. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്ന ഒരു അടിസ്ഥാന യോഗ്യത കേട്ടോ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട ട്രെയിനിങ്ങുകളും അതിനുവേണ്ട എന്താ പറയുന്നത് നമ്മൾ അതിനുവേണ്ടി ആ ഒരു പരീക്ഷകൾ എഴുതാൻ വേണ്ടി എക്സാം എഴുതാൻ വേണ്ടിയുള്ള പരീക്ഷ നമുക്ക് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കണം. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം ഇത് മനസ്സിലോർക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിലുള്ള അത് ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ BA കോഴ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ BA കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉചിതമായിരിക്കും. നമ്മൾ BA കോഴ്സിലെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിൽ പറയാതിരുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് BA ജോഗ്രഫി കോഴ്സുകളാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റഡീസ് ആണ് സബ്ജക്ട്. നമ്മൾ പഠിച്ച ജോഗ്രഫിയുടെ ഹയർ കോഴ്സാണ്. അതിന്റെ BSc ജോഗ്രഫി കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. BA കോഴ്സ് പോലെ തന്നെ BSc ജോഗ്രഫി കോഴ്സ് അവൈലബിൾ ആണ്. രണ്ടും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അതിന്റെ എന്താ പറയുക കണ്ടന്റിലൊന്നും പറഞ്ഞ വ്യത്യാസമൊന്നും സിലബസിലൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ രണ്ടായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന നമ്മുടെ BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കോഴ്സ്. ഈ 2 കോഴ്സുകൾ നമ്മൾ ഈ BA കോഴ്സിന്റെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളായിട്ട് നോക്കണം. ഈ 2 കോഴ്സുകൾക്ക് ഹയർ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഞാനൊരു വളരെ കുറച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ ഞാൻ ഒരു ചിലപ്പോൾ സ്റ്റഡീസിന് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയാണെങ്കിൽ ഈ നമ്മുടെ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എടുത്താൽ കുറച്ച് മെച്ചമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ബിസിനസ് മേഖലയിലാണ്. നമുക്ക് വേണമെങ്കിൽ MBA കോഴ്സ് സ്പെഷ്യലൈസ് ചെയ്ത് പോകാം. അത് പ്രൈവറ്റ് ആയിട്ടും പഠിക്കാം, ഇന്ത്യക്ക് വെളിയിലും പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ അതിന് ഗുണമായിട്ട് കാണുന്നുണ്ട്. ജോഗ്രഫി അത് തന്നെയാണ്. BA കോഴ്സോ BSc കോഴ്സോ ഉണ്ട്, BA സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിന്റെ ഹയർ കോഴ്സും ഇന്ത്യക്ക് വെളിയിൽ അവൈലബിൾ ആണ്, ഇന്ത്യക്കകത്തും അവൈലബിൾ ആണ്. ഈ 2 കോഴ്സുകൾ ഈ കാര്യത്തിൽ ഓർത്തിരിക്കുക. അപ്പം BA കോഴ്സുകൾക്ക് പോവുക എന്ന് പറയുന്നത് ഒരു മോശം സംവിധാനം നിങ്ങളാരും മനസ്സിൽ കാണേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ സ്കില്ലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വളരാൻ നമുക്ക് പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 വർഷത്തെ നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജുകളിലെ BA കോഴ്സുകൾ പഠിക്കുന്നതുകൊണ്ട് യാതൊരു ഉപദ്രവവും നമുക്കുണ്ടാകില്ല. എന്ന് മാത്രമല്ല നമുക്കൊരു മാനേജർ പോസ്റ്റിലേക്കോ അതിന് മുകളിലേക്കൊക്കെ പോകാനായിട്ടുള്ള നല്ല സാധ്യതകളും നമുക്കുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളും നിലവിലുണ്ട്. താങ്ക് യു വെരി മച്ച്.